ശരി, ഇപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം വരികയാണ്, അതിലേക്ക്. ബില്ലൊക്കെ കണ്ടാൽ തിരിച്ചറിയാത്തവരാണോ സാറിന്റെ ഈ പ്രിൻസിപ്പളും സൂപ്രണ്ടൊക്കെ? അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ്. അദ്ദേഹം മെഡിക്കൽ വിദഗ്ധനാണ്, എൻഡോക്രൈനോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് മോഴ്സിലോസ്കോപ്പോ നെഫ്രോസ്കോപ്പോ ഒക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന് കുറ്റം പറയുന്നില്ല, അത് അങ്ങനെയാണ്. അത് എൻ്റെ പ്രസൻസിലായിരുന്നെങ്കിൽ എനിക്കത് വിശദീകരിച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ ഒരു ബില്ല് അതുപോലെ ഒരു ഡെലിവറി ചെലാൻ, ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസമൊക്കെ തിരിച്ചറിയാൻ അതിന് വലിയ വൈദഗ്ധ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ ബില്ലും ഡെലിവറി ചെല്ലാനൊന്നും എനിക്കും അറിഞ്ഞൂടാ. ഇത് നമ്മൾ ഡോക്ടർമാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്തൊക്കെയോ പേപ്പറുകൾ കൊണ്ടുവരുന്നു, നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെന്താണ് ഡെലിവറി ചെല്ലാൻ ഏതാണ്, ബില്ല് ഏതാണ്, അതിൻ്റെ സപ്ലൈ ഓർഡർ ഏതാണെന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഈ പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ 1 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് തന്നെ ഇത് കണ്ടാൽ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. അത് നമ്മുടെ ബയോമെഡിക്കലുകാർ ഇങ്ങനെ അവർ പറയും ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണെന്ന് പറയും, നമ്മളത് വിശ്വസിച്ച് വയ്ക്കുക, അത്രേ ഉള്ളൂ. നമുക്കതിനകത്ത് കൂടുതൽ വൈദഗ്ധ്യം ഇല്ല. അതിനെക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നുമില്ല. പക്ഷേ ഒരു ടെക്നിക്കൽ സംഘത്തോടൊപ്പമാണല്ലോ അദ്ദേഹത്തിന് 2ാമത്തെ ദിവസം താങ്കളുടെ മുറിയിലേക്ക് കയറി പരിശോധിച്ചത്. അപ്പോൾ അവർക്കറിയാലോ ഇതിൽ എന്താണ്, ഇത് ബില്ലാണോ ചലാനാണോ എന്നൊക്കെ അവർക്കും അറിയാലോ നോക്കിയാൽ. അതറിയില്ല. അത് ഞാൻ ഇനിയിപ്പോൾ പോട്ടെ, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്. പലരും പല രീതിയിലാണ് വാർത്തകൾ പറയുന്നത്. മാധ്യമങ്ങൾ ഒരു രീതിയിൽ പറയുന്നു, പിന്നെ അല്ലാത്ത സംഘടന വേറെ രീതിയിൽ പറയുന്നു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയില്ല, സത്യത്തിൽ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. താങ്കളുടെ മുറിയിലേക്ക് അസ്വാഭാവികമായിട്ട് ഒരാൾ കയറുന്നതായിട്ടുള്ള ഒരു CCTV ഉണ്ട് എന്നുകൂടി ഇന്നലെ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. അവിടെ അസ്വാഭാവികതൊന്നുമില്ല. എൻ്റെ റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാം. എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ്. അവിടെ ഏത് ഡോക്ടർക്കും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർക്കും, എൻ്റെ ടെക്നീഷ്യനും, എൻ്റെ PG ഡോക്ടർമാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാം. അവിടെ പലപ്പോഴും രാത്രിയിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സാധനം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പേഷ്യൻ്റ് ബുദ്ധിമുട്ടായിട്ട് യൂറിൻ പോകാതൊക്കെ വരുമ്പോൾ അതിൽ ട്യൂബ് ഇടാനോ കത്തിയിട്ടിടാനോ സ്കോപ്പ് ചെയ്യാനോ ഒക്കെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവർക്ക് കയറാനും എടുത്തുകൊണ്ട് പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ താക്കോൽ സ്പെയർ കീയും കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ താങ്കൾക്ക് ഈ ഉപകരണം കാണാനില്ല എന്നുള്ളൊരു അന്വേഷണം ഉണ്ടല്ലോ, അത് താങ്കളുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. താങ്കൾ അന്വേഷണ സമിതിയോട് ഇതിങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം എന്നാണ് ഇന്നലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും പറഞ്ഞത്. മാത്രമല്ല, ഈ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ഒരു കോൾ വരികയും അക്കാര്യം എടുത്തു പറയണം, ആ റിപ്പോർട്ടിൽ ആ ഭാഗം എടുത്തു വായിക്കണമെന്ന് DME തന്നെ നിർദ്ദേശം കൊടുത്തു എന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഉത്തരം പറയാം, പക്ഷെ നിങ്ങളിത് വളച്ചൊടിച്ച് പിന്നെ ഇത് വിവാദമാക്കരുത്. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികതയാണ്. ഇത് ലൈവായിട്ടാണല്ലോ സാർ. ധാർമ്മികതയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഏതോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു. അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് എന്നെ അവരെ കൊണ്ടുപോവുകയോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ OP നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ എൻക്വയറി വിളിക്കുന്നത്. രാവിലത്തെ എൻക്വയറിയിലൊന്നും അല്ല ഇത് ചോദിച്ചത്. വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ കാഷ്വലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച്, ഡോക്ടർ എങ്ങനെയുണ്ട്, സുഖമാണോ, എന്തൊക്കെയാണ് ഇവിടുത്തെ ജോലികൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് അവിടെ എന്തോ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്നോ കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ശരിയായിരിക്കും, നമുക്ക് നോക്കിയെടുക്കാം. കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്, പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയല്ലേ, നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു സാധനം ഇരിക്കുന്നു, അതിൻ്റെ സാധനം റിമോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണാൻ പറ്റുമോ? അത് എവിടെയെങ്കിലുമൊക്കെ കാണും, അത് നമ്മൾ നോക്കിയെടുക്കും. അങ്ങനെ ഇത്രയോ ഭാഗത്തായിട്ട് ചെതറിക്കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അത് മോഴ്സിലോസ്കോപ്പ് കാണുന്നില്ല എന്ന് ഞാൻ മോളിയോടൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ റിപ്പോർട്ട്, ഈ ഇംഗ്ലീഷിൽ അടിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടതല്ല. ഡോക്ടർ ഹാരിസ് ചുരക്കൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തെക്കുറിച്ച് തനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല. പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും കുറ്റം പറയാനും താനില്ല. ശസ്ത്രക്രിയ ഉപകരണം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകില്ല. ഒരു പക്ഷേ ബില്ല് തിരിച്ചറിയാതെ പോയതിൽ തെറ്റ് പറയുന്നില്ല. കാരണം പലപ്പോഴും തൻ്റെ മുറിയിലേക്ക് എത്തുന്ന ബില്ലുകൾ തനിക്ക് പോലും ചിലപ്പോൾ അറിയാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിനാൽ കുറ്റം പറയാൻ താനില്ല. തൻ്റെ സാന്നിധ്യത്തിലാണ് മുറി തുറന്ന് പരിശോധിച്ചതെങ്കിൽ ഒരുപക്ഷെ എനിക്കൊരു വിശദീകരണം നൽകാൻ കഴിയുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അതിനൊപ്പം തന്നെ ഏത് മുറിയിലും ഡോക്ടർമാർക്ക് എപ്പോഴും പ്രവേശിക്കാം, എപ്പോൾ വേണമെങ്കിലും കയറി ഉപകരണം എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ആശുപത്രിയിലുള്ളവർക്കുണ്ട് എന്നും അദ്ദേഹം ഡോക്ടർ ഹാരിസ് ചുരക്കൽ പറയുന്നുണ്ട്. OP ഉള്ളപ്പോഴാണ് സമിതി കാര്യങ്ങൾ അന്വേഷിക്കാനായി വിളിക്കുന്നത്. ആ സമയത്ത് ഈ
കാഷ്വലി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഉപകരണം കാണാനില്ലല്ലോ എന്നൊരു കാര്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നോക്കിയെടുക്കാമല്ലോ. അങ്ങനെ ഞാനൊരു മറുപടി നൽകുകയൊക്കെ ചെയ്തത്. ഇതിൽ വിവാദം ഉണ്ടാക്കേണ്ട കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുമൊക്കെ അദ്ദേഹം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് അതിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം.